സുഭാഷിതങ്ങൾ 6, 7, 8, 9. ന ചോരഹാര്യം ന ച രാജഹാര്യം ന ഭ്രാതൃഭാജ്യം ന കരോതി ഭാരം വ്യയേ കൃതേ വർദ്ധത ഏവ നിത്യം വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യ എന്ന ധനം കള്ളന് മോഷ്ടിക്കാവുന്നതല്ല, രാജാവിന് അധികാരം പറഞ്ഞെടുക്കാവുന്നതല്ല, സഹോദരങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കേണ്ടതല്ല. എത്ര കൂടിയാലും അത് ഭാരമാകുന്നില്ല. ചെലവ് ചെയ്യുന്തോറും എന്നും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വിദ്യാധനം സ്വർണം തുടങ്ങിയ മറ്റ് ധനങ്ങളെക്കാൾ പ്രധാനമാണ്. സാധാരണ ഏത് ധനവും കൊടുത്താൽ അത്രയും കുറയും. വിദ്യാധനം കൊടുക്കും തോറും ഏറിടും. ഗുരുശുശ്രൂഷയാ വിദ്യ പുഷ്കലേന ധനേന വാ അഥവാ വിദ്യയാ വിദ്യ ചതുർദ്ധം നോപലഭ്യതേ. ഗുരുശുശ്രൂഷ കൊണ്ട് വിദ്യ നേടാം, അല്ലെങ്കിൽ ധാരാളം പണം മുടക്കി പഠിച്ച് നേടാം. അതുമല്ലെങ്കിൽ ഒരു വിദ്യ പഠിച്ചിട്ട് പകരം ഒന്നിങ്ങോട്ട് പഠിക്കുകയും ആവാം. അതല്ലാതെ നാലാമതൊരു മാർഗം വിദ്യാസമ്പാദനത്തിന് ഇല്ല. ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യഃ പാദം കാലക്രമേണ ച. ഏതൊരു വിദ്യയുടെയും 1/4 ഭാഗമേ ഗുരുവിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ. 1/4 സ്വന്തം ബുദ്ധി കൊണ്ടും 1/4 സഹപാഠികളിൽ നിന്നും അവശേഷിക്കുന്ന 1/4 ഭാഗം കാലക്രമേണയും സ്വായത്തമാകും. ഇങ്ങനെയാണ് ഏത് വിദ്യയും പൂർണ്ണതയിൽ എത്തുന്നത്. കാലവും അതിന് പൂരകമാണ്. കാകദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവ ച അല്പാഹാരം ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം. കാക്കയെപ്പോലെ സൂക്ഷ്മമായ നോട്ടം, കൊക്കിനെപ്പോലെ തനിക്ക് വേണ്ടതിൽ മാത്രം ശ്രദ്ധിച്ചുള്ള ഇരിപ്പ്, നായയെപ്പോലെ ശ്രദ്ധാപൂർവമായ ഉറക്കം, മിതമായ ആഹാരം, ആഡംബരരഹിതമായ വസ്ത്രധാരണം ഇവയാണ് വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. സുഭാഷിതങ്ങൾ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ.